ആറ്റുകാൽ പൊങ്കാലയുടെ ഹാങ് ഓവർ ഇപ്പോഴും ഇട്ട് മാറിയിട്ടില്ല എന്ന് വേണം പറയാനായിട്ട്. ഇത്രയും വർഷം ആ ട്രിവാൻഡ്രത്ത് കിടന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോകുന്നത്. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ആറ്റുകാൽ പൊങ്കാല ദിവസം ഞാൻ വെളിയിലിറങ്ങുന്നത് തന്നെ ആദ്യമായിട്ടാണ്. ഇത്രയും തിരക്കൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. പകുതി വഴി എത്തുമ്പോഴത്തേക്കും റോഡൊക്കെ ബ്ലോക്കാകും. അവിടെയൊക്കെ ഫുൾ അടുപ്പ് പിടിച്ചിട്ടേക്കുമായിരിക്കും. ഈ ഹൈവേയുടെ സൈഡിലും ഈ ഹൈവേയുടെ അവിടെ ഡിവൈഡറിൻ്റെ അപ്പുറവും ഇപ്പുറവും ഒക്കെ അടുപ്പ് പിടിച്ചിട്ടിട്ട് അവിടെ എല്ലാവരും ഇരുന്ന് ഈ 4 മണി 5 മണിക്കൊക്കെ എടുത്ത വിഷ്വൽസാണ് ഇതൊക്കെ. ആ സമയത്ത് എല്ലാവരും വന്നിരുന്ന് തേങ്ങ ചിരകുക, പിന്നെ ശർക്കര ഇത് വയ്ക്കുക, കുഴയ്ക്കുക, എടുക്കുക, വയ്ക്കുക എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ഓണമായിരുന്നു. ട്രിവാൻഡ്രം ഫുള്ളി ആറ്റുകാൽ അമ്മയ്ക്ക് ഡെഡിക്കേറ്റഡ് ആയി നിന്ന ഒരു സമയമായിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ നമ്മൾ ആറ്റുകാൽ അമ്പലത്തിൻ്റെ പരിസരമെത്തി. എന്നിട്ട് ക്ഷേത്ര ദർശനത്തിന് കയറാൻ നേരത്ത് നടന്ന ഉന്തും തള്ളും തിക്കും തിരക്കാണ് നിങ്ങളെ കാണുന്നത്. നല്ല ഇടി കിട്ടിയായിരുന്നു എനിക്കൊക്കെ. എൻ്റെ കൈയൊക്കെ ഇടയിലായിപ്പോയി. ഞാൻ വിചാരിച്ചു ഒടിഞ്ഞ് ചത്തെന്ന് വിചാരിച്ചു. ആ പരുവായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തക്കുവിനെ കണ്ടു. തക്കു ഞാനും കൂടെ അവിടെ കുറേ വാരി തിരിഞ്ഞ് എന്നിട്ട് മൈലാഞ്ചി ഇട്ടു. ഈ മൈലാഞ്ചി ഞാൻ ആദ്യമായിട്ടാണ് ഗൈസ് ഇടുന്നത്. അത് കഴിഞ്ഞൊരു അമ്മാമ്മയുടെ കയ്യിൽ നിന്ന് വളയൊക്കെ മേടിച്ചു. പിന്നെ ഇതേപോലെ ചില സ്ഥലത്തെത്തുമ്പോൾ നമ്മൾ സ്റ്റക്കായിപ്പോയി, ഇങ്ങനെ ബ്ലോക്കായിട്ട്. ഇത് അന്നദാനത്തിൻ്റെ ബ്ലോക്കാന്ന് തോന്നുന്നു. പിന്നെ മിക്സർ ഐസൊക്കെ അമ്മ മേടിച്ച് തന്ന് അതൊക്കെ കുടിച്ച് ഇവിടെ നടന്ന് തിരിച്ചെത്തിയപ്പോഴത്തേക്കും കാണാം എല്ലാവരും പൊങ്കാലയ്ക്കായിട്ട് തയ്യാറെടുത്ത് നിൽക്കുമായിരുന്നു. അങ്ങനെ പൊങ്കാല തുടങ്ങി. എൻ്റെ പൊന്നു ഒന്നും പറയണ്ട, ഫുള്ള് തീയും പുകയും ചൂടും ഒക്കെ ആയിരുന്നു. ഈ അരി ഇടുന്ന സമയത്ത് എനിക്ക് സത്യത്തിൽ കലം പോലും കണ്ടുകൂടായിരുന്നു. കണ്ണൊക്കെ ഫുള്ള് വെള്ളം കയറിയിട്ടൊക്കെ ഇരിക്കുന്നതായിരുന്നു. ആ തോളിൽ കിടക്കുന്ന തോർത്ത് മൊത്തം മൂക്കളയും ഈ കണ്ണീരും ഒക്കെ ആയിരുന്നു. പക്ഷേ എന്തെന്ന് പറയാൻ എനിക്കറിയില്ല. ലാസ്റ്റ് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനും ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയും ഒക്കെ ആയിരുന്നു ആ സമയത്ത്.